അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടും ഒക്കെ നിറഞ്ഞ ഒരു ദിവസമാണെന്ന്. എൻ്റെ ഓരോ പ്രഗ്നൻസിയും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത്രയും ഡേറ്റാണ് എൻ്റെ ഓരോ പ്രഗ്നൻസി പീരീഡും പറയുന്നത് കഴിഞ്ഞു പോണത്. പക്ഷെ ഡെലിവറി ദൈവം സഹായിച്ച് അത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആണെങ്കിലും ഈ ഒരു 9 മാസം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പോണ ഒരു ദിവസം ആയിരിക്കും. ഓരോ ദിവസവും ഛർദിയും അതേപോലെ തലകറക്കം അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടാവും. അത് കൂടാതെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരുപാടായപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കേട്ടോ. കോപ്പറേറ്റീവ് മിനി മേഡത്തെയായിരുന്നു ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. 2 ദിവസം മുന്നേ പോയതായിരുന്നു. അന്നൊന്നും തീരെ വയ്യാത്തത് കൊണ്ട് വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പ്രഗ്നൻസി ടൈം ഹാപ്പി ആയിട്ട് അങ്ങനെ പോകണമെന്നാണ് പറയുക. പക്ഷേ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു രോഗീനേക്കാളും അപകടമായിരിക്കും. ആ ഒരു ദിവസങ്ങളിലുള്ള ഒരു എൻജോയ്മെൻ്റ് ആയിക്കോട്ടെ, ഒരു ഓർമ്മകളായിക്കോട്ടെ എനിക്ക് ഉണ്ടാവാറില്ല കേട്ടോ. എൻ്റെ ഈ 3ാമത്തതും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു, മേഡത്തെ കാണാൻ പോയി. അവിടെ ട്രിപ്പൊക്കെ ഇട്ട് ഒരു 4 മണിക്കൂറോളം കടന്ന ശേഷമായിരുന്നു വീട്ടിലേക്ക് വന്നത്. അപ്പോൾ അതിനിടയ്ക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും വെച്ചുകൊണ്ടിരുന്ന് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ 11:30 ആയിട്ടോ. രാത്രി 11:30 കഴിഞ്ഞു എന്ന് വിചാരിക്കണം. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഇനി വെച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല. നമ്മളൊരു മെഡിക്കൽ ഫീൽഡിൽ നിന്നതുകൊണ്ടും നമുക്ക് അറിയായില്ല. എങ്കിലും അവനെനിക്കെന്ന് പറഞ്ഞ് വരുമ്പോൾ ഒരു പേടിയാണ്. പിന്നെ പ്രഗ്നൻസി നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും എന്താ പറയുക, ഓരോ അവനെനിക്കെന്ന് പറഞ്ഞ് വരുമ്പോൾ എന്തായാലും അത് പേടി തന്നെയാണ്, എത്ര കാര്യങ്ങൾ അറിഞ്ഞാലും ഓക്കെ. അപ്പോൾ പിന്നെ വെച്ചുകൊണ്ടിരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടോ. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളതൊക്കെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കൂ. എനിക്ക് ആ കാലും വിറയിലും മാറും കേട്ടില്ല. അതൊന്ന് കണ്ടാൽ തന്നെ പേടിയാണ്. എന്താ ചെയ്യുക? അങ്ങനെ ഞാനും എൻ്റെ മകനുണ്ട്, അവർക്ക് നടുവിൽ അങ്ങനെ നിന്നോണ്ടിരിക്കുക കേട്ടോ. ഇതൊന്നും എല്ലാവർക്കും ഒരു അറിവായിട്ടിരിക്കട്ടെ പറഞ്ഞിട്ടാണ്. കാരണം ഓരോ പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ല. ചിലർക്ക് അത് തീരെ ആരായിരിക്കും, ചിലർക്ക് ഓരോ ദിവസം പോകുന്നത് ഭയങ്കര യുദ്ധം പോലെയായിരിക്കും. എനിക്കപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. കാണുന്നവരും ചുറ്റുമുള്ളവരും പറയാറുണ്ട്, അയ്യോ ഇത്രയും ബുദ്ധിമുട്ടാണോ എന്ന് പറയാറുണ്ട്. അത്രയും ബുദ്ധിമുട്ടാണ് എൻ്റെ ഓരോന്നും. പിന്നെന്താ, അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഓരോ കുഞ്ഞിനും അമ്മമാർ ജന്മം നൽകുന്നത് അല്ലേ. ഭയങ്കര നമുക്ക് നമ്മളോട് തന്നെ ഒരു പ്രൗഡായിട്ട് തോന്നുകയാണ്. കാരണം ഇത്രയും ബുദ്ധിമുട്ടുണ്ടല്ലോ. പക്ഷെ ഇതൊക്കെ നമ്മൾ മറന്നും പോകും കേട്ടോ കുറച്ചാകുമ്പോൾ. അതുകൊണ്ടാണല്ലോ പിന്നെ ഇങ്ങനെ ആവുന്നതല്ലേ. അങ്ങനെ നമുക്ക് ഇതൊക്കെ മറവിയിൽ വന്നു പോകും, പിന്നെ ഒന്നും ഓർമ്മയുണ്ടാവില്ല. പിന്നെ ആ സമയം ആകുമ്പോഴേ ഓരോന്ന് നമുക്ക് ഓർമ്മയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അങ്ങനെ അവിടുന്ന് മെഡിസിനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അവർ ഡയറക്റ്റ് മേഡത്തെ വിളിച്ച് ചോദിച്ചിട്ട് എനിക്ക് പറഞ്ഞു എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോയി ചെയ്തോളാം, കുട്ടികൾക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. ഭയങ്കര സിസ്റ്റർമാർ നല്ല സ്വഭാവമായിരുന്നു കേട്ടോ. അതായത് നമുക്ക് ഒരു പേടി തോന്നുന്നില്ല അവരോട് സംസാരിക്കുമ്പോൾ തന്നെ. എല്ലാവരും ഭയങ്കര ടയേർഡായിട്ട് ഇരിക്കുന്ന സമയം എങ്കിൽ പോലും വേഗം മേഡത്തെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി ചെയ്തോളാം എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്കിപ്പോൾ ഇത് പുതിയതല്ല എന്ന് അവർക്ക് തോന്നിയത് കൊണ്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മെഡിസിനൊക്കെ മേടിച്ച് അങ്ങനെ വന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ.